ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഓണത്തിന്റെ വീഡിയോ. ഓണൊക്കെ കഴിഞ്ഞ് വളരെ നേരത്തെ, ഓണത്തിന് മുമ്പേ ഇടുന്നൊരു ഓണത്തിന്റെ വീഡിയോ. ഭയങ്കര നേരത്തെ ആയി പോയി ഓണത്തിന്റെ വീഡിയോ. എടുത്തു വെച്ചു. പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഔട്ട്രോ ഒന്നും നമ്മള് പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ പോലെ പറയാം. പിന്നെ ഇവളില്ലാന്നുണ്ടായി. ഞാനില്ല, എന്നെ അവനെടുത്തില്ല. ഓണം ഉണ്ടായിരുന്നില്ലേ ഇവൾക്ക്. അപ്പോ കുറച്ചധികം ലേറ്റ് ആയി പോയി ഓണത്തിന്റെ വീഡിയോ വരാൻ. ഒന്നാമത് എനിക്ക് ഓണം ഇല്ല. ഞാൻ പിന്നെ അന്ന് ട്രഡീഷണൽ ഡ്രസ്സ് ഇടുക, പിന്നെ വീട്ടില് സദ്യ ഒന്നും ഉണ്ടായിരുന്നു. സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കി, പക്ഷെ അങ്ങനെ വാഴയിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓണം ഇല്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യച്ഛൻ മരിച്ചിട്ടിരിക്കുക. അപ്പോ കുറച്ച് നാളായിട്ടുള്ള 6 മാസം ആയിട്ടില്ല. സാധാരണ ഒരു വർഷത്തേക്കൊന്നും അങ്ങനെ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സ്വന്തം വല്യച്ഛൻ തന്നെ മരിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഓണം വേണ്ടാത്. അതുകൊണ്ട് പൂക്കളം ഇട്ടിട്ടില്ല, ഓണാഘോഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഓണം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് വ്ളോഗുകളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തു. കുറച്ച് ചെറുതാക്കി. പിന്നെ കുറച്ച് ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് നാൾ ലാഗായി. അപ്പോൾ ഇപ്പോഴാണ് ഓണത്തിൻ്റെ വീഡിയോ ഇടാൻ പോണേ. സാധാരണ ആൾക്കാരൊന്നും അങ്ങനെ ഇടാറില്ല. ഓണം കഴിഞ്ഞ് പോയ പോട്ടെ. ഇത് ലേറ്റ് ഓണം. അഹാന കൃഷ്ണയുടെ ഫാമിലി, കൃഷ്ണകുമാർ ഫാമിലി ഇട്ടിട്ടുണ്ട് ലേറ്റ് ഓണം എന്ന് പറഞ്ഞു. പക്ഷെ ഓണത്തിന്റെ അന്നത്തെ വീഡിയോ നമ്മൾ ലേറ്റ് ആക്കി ഇടുന്നു. അതുകൊണ്ട് ലേറ്റ് ഓണം വ്ളോഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടോളൂ കേട്ടോ. ലേറ്റ് ആയിട്ട് വന്നായാലും കാണണം. ഹലോ ഗൈസ്, ഹാപ്പി ഓണം. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണമൊക്കെ? ഇതാ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഞങ്ങളിത് രാവിലെ തന്നെ എഴുന്നേറ്റ് നേരം വൈകി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇന്നലെ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് യാത്രകളൊക്കെ ഉണ്ട്. തറവാട്ടിക്കും അവിടേക്ക് പിടിക്കും. അപ്പോൾ ഒന്ന് പോകണം. അപ്പോൾ ചെറിയൊരു വ്ളോഗ് പോലെയൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ഷൂട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെ അടുത്ത് നിന്ന് പോവാം. അമ്മേനെയും അച്ഛനും എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാം. ദേ ഷേഡോ അമ്മമ്മ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇനി ഷേഡോ എൻ്റെ. അതെ ഞാനും വന്നിട്ട് മൈൻഡ് ചെയ്തില്ലല്ലോ. അച്ഛൻ എങ്ങനെയുണ്ട് ഓണമൊക്കെ പ്രാവശ്യത്തെ? ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അല്ലോ എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ ഓണമൊക്കെ? ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. അമ്മ വീഡിയോയിലൊന്നും സംസാരിക്കാറില്ല. അത് കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അമ്മയ്ക്ക് ഇത് ടെൻഷനായി തുടങ്ങി. അമ്മയ്ക്ക് ഇത് ആളായി തുടങ്ങി. ഞാൻ അമ്മേനെ തല കറങ്ങി പിടിക്കില്ല. അമ്മയ്ക്ക് ഇടയ്ക്ക് പ്രഷർ കുറച്ച് തല കറങ്ങിയൊക്കെ വീഴും. ടെൻഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ തിരുവോണ ദിവസത്തെ സദ്യ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ എത്ര സദ്യ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് പിന്നെ നേരെ മാമൻ്റെ അവിടേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ പിന്നെ അധികം വീഡിയോസും ക്ലിപ്പുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പിടിച്ചിരുത്തി. അപ്പോൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാ കൊല്ലത്തോണം ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലേക്കും പോയി എല്ലായിടത്തും സദ്യയൊക്കെ കഴിക്കും. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കണ ഒരു പരിപാടി ഉണ്ട്. കസിൻസൊക്കെ കൂടി കഴിഞ്ഞാലേ ആദ്യം അച്ചാറ്, ഇഞ്ചമ്പുളി, പിന്നെ ശരിക്കും ഞങ്ങളുടെ ഓണാഘോഷിക്കുന്നല്ല കേട്ടോ അല്ലേ? കുറെ പേരുണ്ടാവും. 10-15 പേരുണ്ടാവും അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ടേബിളിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. ഹാളില് മൊത്തത്തിൽ റൗണ്ടില് എല്ലാവരും ഒരുമിച്ച് 16 പേരുണ്ടാവും. ഇപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് പേരായി. ഇത്ര പേരുള്ളൂ ഇപ്പൊ കഴിക്കാൻ. വിളമ്പത് അതായത് കുറച്ച് ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. വോയിസ് ക്യാൻസലേഷൻ ശരി. അതാണ് അമ്മായി. അമ്മായിനെ പരിചയപ്പെടുത്താ പോവാ. അമ്മായി ബ്ലോഗർ ജൂനിയർ ബ്ലോഗർ. അതെ അമ്മായിയുടെ പേര് പറയൂ. നിന്റെ ചാനലിന്റെ പേര് പറഞ്ഞെടുക്ക്. അമ്മായി അമ്മയൊക്കെ ഇത്തിരി ഷൈയാട്ടാ. ഇവര് ഇങ്ങനെ സംസാരിക്കാനൊക്കെ കുറച്ച് മടിയാ. ശരിയാ. കാരണം അവർക്ക് ഇത്തിരി വലിയ. അയ്യോ ഇത് ഭയങ്കര വലുതായില്ലോ. ഇതിലാ കുറച്ച് ചോറിട്ട പോലെ. അതെ ഒരു ഓണസദ്യ വിളമ്പിട്ട് മാമൊക്കെ എണ്ണത്തിൽ ചോറിനാണ്. ഓണസദ്യ ഒക്കെ കഴിച്ചിട്ടേ
കട്ടായിട്ടുള്ള കടപ്പ. ഓണത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും പറയാ അറിയാവുന്നത്? മാവേലി എങ്ങട് എവിടെന്നാ വരണ മാവേലി? മാവേലി എങ്ങനെ പാതാളത്തിൽ പോയേ? വിഷ്ണുവാ? കൃഷ്ണനാ? പറയണ കണ്ട ആരാ പറയും? അവന് അറിയാണ്ട് മിണ്ടാണ്ട് നടക്കണ്ട. അപ്പനറിയോ? അപ്പനറിയോ? രാക്ഷസനാ? ഭീമസേന? നമുക്ക് ശ്രീകുട്ടിയോട് ചോദിക്കാം. ശ്രീകുട്ടിക്ക് കഴിവ് കേട്ടോ. ശ്രീകുട്ടി, മഹാബലീനെ ആരാ ചവിട്ടി തത്തിയെ? മഹാബലീനെ. ആ, ശ്രീകുട്ടിക്ക് അറിയാം, നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലേ? അവള് മാത്രം പറഞ്ഞു വാമനനാണ് ചവിട്ടി തത്തിയത്. ഇതൊന്നും അറിയാണ്ടാണ് ഓണാഘോഷിക്കണം ഇത്ര കൊല്ലായിട്ട്. നീ എന്തിനു ചവിട്ടി തത്തി? അത് അപ്പൂന് പിന്നെങ്കിലും അറിയാം. സ്ഥലം കൊടുക്കാത്ത സ്ഥലത്തിന്റെ പ്രശ്നമാണ്. 4 അടിയില്ലേ? 4 അടി. അടുത്ത ഓണം നമ്മൾക്ക് ഇതൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടാ. മുണ്ടെടുത്ത് ഡോണുണ്ടോ? എന്താ ഇത് ഓണൊക്കെ? ഇതാണ് അപ്പം എൻ്റെ തറവാട്. ഞാനൊരു 17 വയസ്സ് 18 വയസ്സ് വരെ ഇവിടെ ആയിരുന്നു വളർന്നൊക്കെ. എന്തൊക്കെ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്. പിന്നെ ഇവിടെ നിന്നൊരു ഇപ്പോൾ ഒരു 8 കൊല്ലൊക്കെയായി. 18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയതാണ്. മണ്ണുത്തിയിലേക്ക് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറി. അപ്പോൾ ഇവിടേക്കായിരുന്നു ഞാൻ കുറേ കളിച്ചു വളർന്നതും എൻ്റെ മെമ്മറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ ഓണത്തിനും ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇതേ ഞാൻ അവിടെ നിന്നൊക്കെ പോകുമ്പോൾ ഇവൻ ചെറിയ ചെക്കനായിരുന്നു. ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാനൊക്കെ ഇവനെ എടുത്ത് വളർത്തിയിരുന്നു ഇവരൊക്കെ. ഏയ് നീ എന്തുവിടെ? നമ്മളൊരുമിച്ചല്ലോ ഒന്ന്. ഹാപ്പി ഓണം. ഇതാണ് അമ്മായിട്ടാ. ആ ശരി കേട്ടോ, ക്ഷമ വേണം അല്ലേ? ഇതാണ് ഞങ്ങളുടെ തറവാട്. ഈ അച്ഛനും അച്ഛമ്മയും ഉണ്ടാവും, രണ്ടുപേരും വെച്ചു. ഇതാണ് തറവാട്. ഞാനൊക്കെ ഇവിടെ ജനിച്ചോളുന്ന. ഇവിടെ കുറേ റൂമുകളുണ്ട്. വീട് ചെറുതാ, പക്ഷെ അതേ കുറേ റൂമുകളുണ്ട്. 1 2 3 4 5. ഇതായിരുന്നു എൻ്റെ റൂം. ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല ശരിക്ക്. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഈ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മറ്റേ ചാന്ത് കിട്ട പോലത്തെ വീടായിരുന്നു. ഹൗ നൊസ്റ്റ് അടിക്കണല്ലേ അല്ല അണ്ണാ? നൊസ്റ്റ് അടിക്കണില്ലേ? ആ ഇത് ഇവിടെ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. ഇത് പാപ്പൻ റൂമാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചായ സെറ്റപ്പ് ആയിരുന്നു. അച്ഛമ്മയുടെ അല്ല, നമ്മുടെ 3 പേരുടെയും. ഞാനും അച്ഛമ്മയും അമ്മായിയും കൂടി ആയിരുന്നു ഒരുമിച്ച് കിടന്നിരുന്നേ. അല്ല ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ മുതൽ ഞാൻ വരും. 17 വയസ്സിലാണ് അവിടെ നിന്ന് പോകണം. ആ റൂമിലായിരുന്നു ഞങ്ങൾ 3 പേര്. ഞാൻ ഒരു അച്ഛമ്മയുടെ അമ്മയുടെ ഇടയിലിരുന്ന് കിടന്നിരുന്നത്. അമ്മയുടെയും അച്ഛൻ്റെ ഇടയിൽ ഇവൻ. പിന്നെ ഇതൊക്കെ പിള്ളേർ ഇവിടെ നിറച്ച പിള്ളേരായിരുന്നു. ഈ വീട്ടിലാണ് ഞങ്ങളൊരു 10-16 പേര് അല്ലേ? എല്ലാവരും ടേബിളൊന്നും അല്ലാന്നുണ്ടല്ലേ? നമ്മളെല്ലാവരും ഇത് ഇവിടെ താഴത്തൊക്കെ കഴിച്ചിരുന്നേ. ഇത് ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡോറ് ശ്രീകുട്ടി പണ്ട് അടച്ചു പൂട്ടിയിട്ട് അതിനുള്ളിൽ പെട്ടിട്ട് ഓർമ്മയില്ലേ? ആ ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നു അല്ലേ? കുറേ ഓർമ്മകളുണ്ട് വീട്ടില്. കണ്ട ഇതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി വിളിക്കും. എൻ്റെ കുറേ ഡൈപ്പുകളൊക്കെ ഇവിടെ ഞാൻ കയറി വിളിച്ചൊക്കെ ഇരുന്നുണ്ട്. ഇതിവിടെ കയറി എന്നറിയോ? ഇത് കണ്ട ഇവിടെ ഒരു ഷെൽഫ് പോലത്തെ സാധനം കണ്ട. ഈ ഷെൽഫമ്മ ചവിട്ടി ഇതമ്മ ചവിട്ടി ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് കയറണം. നല്ല രസമായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ. അമ്മായി കുറച്ച് മോഡേൺ ആവട്ടെ. അമ്മായി ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങി ഇപ്പോൾ. ആ കാണിച്ചു നൈസായിട്ട്. അത് മതി, ചുരിദാറൊക്കെ മതി. നൈസാ. ആ അവിടെ തല തിരക്കില്ല. ഫോട്ടോ ഒക്കെ ഇട്ട് ഓണക്കോടി കിട്ടി തന്നിട്ടുണ്ട്. ഫോട്ടോ ഷൂട്ട് നടത്തണം. ഇവൻ ഈ പരിപാടി ആയിരുന്നു മറ്റേ ഇവിടുത്തെ കൂട്ടുകാർ
ഒരു മറ്റേ ഇവര് വരും മറ്റേ പൂരത്തിന്റെ ശങ്കരനായാടി പരിപാടി അതിന് പോയിരുന്നവൻ പാർട്ട് ടൈം ആയിട്ട്. ആണ് ഞങ്ങളുടെ നാട് മുണ്ടൂര്. അതിമനോഹരമായ ആ വളർന്നിട്ടില്ല എപ്പോഴും. പറഞ്ഞോ പറയാ ഇതന്നെട്ടോ പാപ്പന്മാരും അച്ഛനും അമ്മായും മാമനെല്ലാവരും ഉണ്ട്. മറ്റേ പണ്ടത്തെ ഫോട്ടോ. അച്ഛമ്മ അമ്മായി പാപ്പൻ പുറത്തേക്കൊക്കെ പോയിക്കായിരുന്നു. എന്താണ് പാപ്പ ഓണായിട്ട് പരിപാടി? യൂട്യൂബ് വീഡിയോ കണ്ട വീഡിയോസ് കണ്ട എൻ്റെ? എന്താ ഓണായിട്ട് പരിപാടികളൊക്കെ? ആരത്? എപ്പോഴെത്തിയേ? ഞങ്ങൾ നല്ല ബ്ലോക്കായിരുന്നു. മറ്റേ ഇവിടെ നെല്ലങ്കരയൊക്കെ കുമ്മാട്ടിയല്ലേ, അവിടെയൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി. പുഴയ്ക്കലൊക്കെ ഒടുക്കത്തെ ബ്ലോക്കാ. ഗോപു എന്താ പരിപാടി? എന്താ പരിപാടി? മാം എന്തോ സ്പെഷ്യൽ സാധനം എന്തിട്ടാ? എന്ത് സാധനം ഉണ്ടാക്കിയാണോ? ഇവളെന്തൊരു ഹെൽമെറ്റ് വെച്ചിരിക്കണേ? എടി നീ ഇതെങ്ങനെ കഴിക്കുന്നത് വെച്ചിട്ട് നോക്കട്ടെ. നീ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ പറയരുത്, കറക്റ്റ് കാര്യം പറയണം. ഓണത്തിന് നമ്മൾ സദ്യ കഴിച്ചിരിക്കല്ലേ, പഞ്ചേശി ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ. എന്താ സംഭവം എനിക്കറിയില്ല. ബീഫ് അല്ല ബീഫ് കപ്സ. കപ്സാണോ? ആ ബീഫ് കപ്സ അല്ല ഞാൻ വെറുതെ പറയണു, അതൊന്നും ശരിക്കണു. അതാണ് ചോദിച്ചൊരു കമന്റ് ഇടാൻ പറയാം. ഇവിടെ രാത്രി 12:30 1 മണി ടൈമായിട്ടാ. പണ്ടത്തെ ഫോട്ടോസ് എടുത്ത് നോക്കുക. അമ്മച്ചനും എല്ലാരും ഇതൊക്കെ കണ്ട. ഇതാണ് ഞാൻ, സുന്ദരക്കുട്ടപ്പനായിരുന്നു ഞാൻ. കണ്ടില്ലേ? ഇത് കണ്ട, സുന്ദരക്കുട്ടപ്പനായിരുന്നു ഞാനൊക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ള എൻ്റെ ഓണം. അത്ര വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ സദ്യ കഴിച്ചു, അതാണ് പിന്നെ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഫുള്ളായിട്ട്. ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണ്ടാവും. ബൈ.